ഹലോ, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്ന? മാർക്കറ്റിലാണ്, മാളില് പെണ്ണുങ്ങൾ മൈസൂർ മാളിലേക്ക് പോവുകയാണ്. ഇന്ന് മൂന്നാമത്തെ ദിവസമായി മൈസൂരിലുള്ള ഡെസ്റ്റിനേഷൻ നമ്പർ. പാറു ഇങ്ങോട്ടൊക്കെ, പാറു ഹായ്. കാർത്ത് അമ്മ. ഡെസ്റ്റിനേഷൻ നമ്പർ 3. രണ്ട് ഡൈവർ മാളിലെത്തിട്ട് കാണാം. ഇവിടെ പിള്ളേർ നോക്കാം. അതെ, ഞാൻ കൈ പിടിച്ചിട്ട് അതാ കിട്ടാൻ മാമൻ മാമൻ വഴി കാണിച്ചു തന്നിട്ട് മാമൻ പോന്ന കേട്ടാ. ഇത് മാളിലേക്കുള്ള ശനിയാണ് നമ്മുടെ ആഘോഷം. അടിച്ച് കേറി വാ മക്കളെ. നമ്മൾ പോയിട്ട് കുറെ ഡ്രസ്സും അതും ഇതും വാരിക്കോരി എടുക്കട്ടെ എന്ന് നമ്മുടെ ആഗ്രഹം മാത്രം. എടുക്കുമെന്നറിയില്ല, വെറുതെ പോയിട്ട് കണ്ടിട്ട് വരാം. ഒന്ന് മാളിൽ പോയിട്ട് ഒന്ന് ഒപ്പിട്ടിട്ട് ഇതാ നമ്മൾ മാളിലേക്ക് പോവുകയാണ് ഗൈസ്. Don't forget the way you look me in the eyes, and I keep you in my heart is where you are. I still think of you, I want you coming back. I remember when we were staring photos. നമ്മൾ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, കണ്ടായി കളിഞ്ഞിട്ട്. ട്രൗസറും ബനിയനും. ഇതെല്ലാം ഇടുവോ എന്നൊന്നും അറിയില്ല. ഇവിടെ കാണിച്ചു മാളിങ്ങോട്ടോ, മാളിൻ്റെ ട്രൗസറും ബനിയനും ഇടുവോന്നറിയില്ല, വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ മാളിൽ കയറി. മാളെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ മാളുമല്ല ചെറുതല്ല, മീഡിയം സൈസ് മാളായിരുന്നു. പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഡ്രസ്സ് അടിപൊളി ഡ്രസ്സുണ്ട്. പക്ഷേ നമ്മൾ മാളിൽ പോകാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ബനിയൻ ട്രൗസർ എടുക്കാനാണ്. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനെ ബനിയൻ ട്രൗസറൊന്നും ഇട്ടിട്ട് ഞങ്ങൾ എന്തായാലും നടക്കില്ല. അപ്പോൾ അവിടെ നിന്നെങ്കിലും ഇടാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബനിയനും ട്രൗസറിലെടുത്ത് അത് എൻ്റെയും മാളുവിൻ്റെ മുഖത്ത് ഈ ഒരു കാണുന്നൊരു സന്തോഷമല്ലോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കുരുത്തക്കേടായിരുന്നു, ചെറുതിന് ഭയങ്കര കുരുത്തക്കേട്. അതാ മാളുവിൻ്റെ മുഖമെല്ലാം വല്ലാതെ ഇരിക്കുന്നത്. അപ്പം മാളിൽ മേലെയും കുറേ സാധനമൊക്കെ കാണാനുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് മേലെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കുഞ്ഞുങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക, നിൽക്കുന്നില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ മാത്രം പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം ഇങ്ങ് ഇറങ്ങിയായിരുന്നു. മുകളിലൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്നല്ല അമ്മ പറയുന്ന കേട്ടായിരുന്നു, പക്ഷേ ഞങ്ങളൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചിറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നേരെ മുന്നിലത്തെ ബേക്കറിയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അവിടെ ഒന്നും ആയില്ലായിരുന്നു. പിന്നെ അവിടുന്ന് ഐസും പിന്നെ അവിടുത്തെ നാട്ടിലെ നിപ്പട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബർഗറും പപ്സൊക്കെ ആയിരുന്നു. പിന്നെ അതും കഴിച്ചു. അവിടുന്ന് നേരെ നമ്മൾ പക്ഷി ഗവേഷണ കേന്ദ്രം എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടത്തേക്ക് പോയത് കോമഡി ആയിരുന്നു. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടായിരുന്നു അവിടെ പോയത്, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ലായിരുന്നു അവിടെ നടന്നത്. ഹലോ, നമ്മളിപ്പോൾ രംഗനാഥ് തിട്ട, അതായത് പക്ഷി കേന്ദ്രം അല്ല, പക്ഷികൾ വളർത്തുന്ന സ്ഥലങ്ങൾ. അവിടെയാണ് ഞങ്ങൾ ഫാമിലി. ഇതാ ടിക്കറ്റ് മുറിക്കാൻ പോയിട്ടാണുള്ളത്. സുബിയാണും ചിക്കാണും ഒരു മദാമേനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. Your place? Whitehill. No, England. Oh. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ മുറിച്ച് പക്ഷികളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവിടെ ഇങ്ങനെ മുകളിലൊക്കെ കയറി പോകണമായിരുന്നു. അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല, കാരണം നമുക്ക് ബ്ലോഗ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഏതെടുക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ പക്ഷികളിങ്ങനെ സൂമ് കാണുന്ന പോലെ ഇങ്ങനെ കൂട്ടിലിട്ടിട്ടുള്ള പക്ഷിയായിരുന്നില്ല. അവിടെ വലിയ പുഴയുണ്ട്, പിന്നെ ഒരു ബോട്ട്, ആ പുഴയിൽ ഇഷ്ടംപോലെ ഇങ്ങനെ ബോട്ട് പോകുന്ന കാണാം. അപ്പോൾ ആ ബോട്ടിൽ പോയിട്ടാണ് പക്ഷികളെ കാണാൻ പറ്റുക.
അത് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടായിരുന്നു. ബോട്ടിൽ പോയിട്ട് പക്ഷികളെ കാണുമെന്ന്. ബോട്ടിൽ പിന്നെ എപ്പം പോകുന്നതുകൊണ്ട് നമ്മൾ പിന്നെ പോയിട്ടില്ല, വെറുതെ പൈസ വെക്കണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ ഇപ്പം നമ്മൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ നേരെ പുറകെ കാണുന്ന പുഴയില്ലേ, അപ്പോൾ അവിടുന്ന് ആ പുഴയിലൂടെയാണ് നമ്മളിപ്പോൾ ബോട്ട് പോയിട്ട് പക്ഷികളൊക്കെ കാണേണ്ടത്. അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അതൊരു പക്ഷി പറന്ന് പോകുന്നത് ഞങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ അവിടുന്ന് എൻജോയ്മെൻറ്റിന് കുറച്ച് ഡാൻസ് എല്ലാം കളിച്ച് പാറുവിന് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു അവിടെ, ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റി. അപ്പോൾ നമ്മളും അതിൽ കുറച്ച് എൻജോയ് ചെയ്തു, ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടിയിട്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബോട്ട് കയറിയാൽ മാത്രമേ പക്ഷികളെ കാണൂ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതാ സംഭവിച്ചത്. പിന്നെ കയറാനുള്ള മൂഡും പോയി. പാറു പക്ഷേ ഫുൾ ഹാപ്പി ആയിരുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും നല്ല വിശപ്പ് വന്നു. അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ കയറി. പിന്നെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇനി ആരും ബിരിയാണി കഴിക്കില്ല എന്ന്, കാരണം ബിരിയാണി അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ സാദാ ചോറ് ഓർഡർ ചെയ്തു. സാദാ ചോറിന് പിന്നെ ചപ്പാത്തി, കടലപ്പുയ്ക്ക്, കുമ്പളങ്ങ കറി, പിന്നെ സാമ്പാർ, പിന്നെ അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായി അടുത്ത സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് പോകാമെന്നാണ് പ്ലാൻ ഇട്ടത്. കൃഷ്ണമാമൻ കുറച്ച് സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാ ഒരു കാളവണ്ടിക്കാരെ. അപ്പോൾ അമ്മ പറഞ്ഞു കാളവണ്ടി അതാ വീഡിയോ എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ബ്ലോഗ് ചെയ്ത് ശീലമില്ല, അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ബ്ലോഗിൽ എടുക്കില്ല. എല്ലാത്തും ഇങ്ങനെ കാളവണ്ടി, കുതിരവണ്ടി എന്നെല്ലാം പറഞ്ഞിട്ടല്ലോ ഇങ്ങനെ എടുക്കും. അതിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോയിൽ ശരിക്കും എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിങ്ങനെ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് വണ്ടികൾ നിർത്തി വെച്ചിരുന്നു. അപ്പോൾ സുബേടൻ ചോദിച്ചു ഇനി വണ്ടി ഓടിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് ഒരാൾക്ക് ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി വരുമ്പോൾ 150 ഉറുപ്പ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കയറി. ഞാനിതാ പൊളഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടൊക്കെയോ പോകുന്നു. എനിക്ക് ഇത് ഓടിക്കാനാകുന്നില്ല, കാരണം അതിന് ഭയങ്കര വെയിറ്റാണ്, കാണുന്ന പോലെ ഒന്നുമില്ല. അപ്പോൾ സുബിയുടെ വീട്ടിൽ ഞാൻ സ്കൂട്ടി ഓടിക്കുന്ന വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഓടിച്ചങ്ങ് പോകുന്നു. സംഭവം ഇത് ഓടിക്കാൻ പറ്റുന്നില്ല, വളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സുബിയേട്ടൻ കയറി. സുബിയേട്ടൻ നല്ല സൂപ്പറായിട്ട് ഓടിച്ചിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. സുബിയേട്ടൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഓടിച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ പാറുവിനും ഇതിലേറെ വളച്ചിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. നോക്കുമ്പോൾ അവിടെ വലിയൊരു രസം ഉണ്ടായിരുന്നില്ല, അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ സ്ഥലത്തേക്ക് നമ്മൾ പോയി. കണ്ടു നമ്മൾ മൈസൂർ പുഴേൻ്റെ അരികത്ത് എത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടം ഒരു മിനിറ്റ് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. നമ്മൾ വിചാരിച്ച് വെള്ളത്തിൽ നിന്നൊക്കെ കളിക്കാൻ നല്ലോണം കുളിച്ച് ആർമാദിക്കാന്നെല്ലാം വിചാരിച്ചിട്ട് പോയതേന്ന്. നോക്കുമ്പോൾ ആ വെള്ളത്തിലാണെങ്കിൽ കാല് കുത്താൻ പറ്റില്ല. എന്താ പറയുക, നമുക്കൊരു എന്തോ ഒരു പോലെ ഒരു രസമില്ല. പിന്നെ ഫുള്ള് ഊരുന്നുണ്ടായിരുന്നു, കണ്ട അയ്യേട്ടൻ വീട്ടെ. അതുപോലെ തന്നെ ഞാനും വീണായിരുന്നു, പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് കളിക്കാനൊന്നും പറ്റിയില്ല. കാല് കുത്തുമ്പം തന്നെ എന്തോ ഒരു പോലെയാന്ന്. കുറേ ആൾക്കാരുണ്ടായി. ഞങ്ങൾ ടൗസറെല്ലാം വാങ്ങി വെള്ളത്തിൽ നിന്ന് കളിക്കാതെല്ലാം വെച്ചിട്ട് വന്നത്. പക്ഷേങ്കിൽ ഇവിടുത്തെ വെള്ളം തീരെ വൃത്തിയില്ല. ഭയങ്കര സങ്കടം. നമ്മൾ വിചാരിച്ച ഒരു സ്വിമ്മിംഗ് പൂള് അങ്ങനെ പറഞ്ഞ് കൃഷ്ണമാമൻ പറഞ്ഞ് ഇവിടെ അടുത്ത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കാൻ പറ്റിയ സ്ഥലമെല്ലാം ഉണ്ട്. വെച്ച് സ്വിമ്മിംഗ് പൂള്, പാർക്ക് അങ്ങനെയല്ല. സംഭവം വലിയൊരു പുഴ, പക്ഷെ ഒരു വൃത്തിയില്ല. എല്ലാവരും കളിക്കുന്നുണ്ട്, ഒരു വൃത്തിയില്ല. അങ്ങനെ നമ്മൾ ഇന്ന് പോയ 2 സ്ഥലം ഫ്ലോപ്പായി പോയി. നമ്മൾ പ്രതീക്ഷിച്ച പോലെയേ അല്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മളെ മൂഡ് പോയി. നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ ഒരു സ്ഥലത്ത് പോകാൻ നിന്നില്ല. പിന്നെ നമ്മൾ ഇന്ന് വാങ്ങിയ ടൗസറും ബനിയനൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം അവിടെ നിന്ന് കുറച്ചൊരു പട്ടി ഷോ കാണിച്ചു. കുറച്ച് വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ അവിടുന്ന് എൻജോയ്മെൻറ്റ് ചെയ്തു. Keep you in my heart is where you are. I still think of you, I want you coming back. I remember when we were staring a photo. Don't forget the way you look me in the eyes. And I keep you in my heart is where you are. I still think of you, I want you coming back. Call me when you want, baby, I can't take it on my heart. Yeah, yeah, give me your love. Yeah, yeah. Call me when you want, baby, I can't take it on my heart.
അങ്ങനെ മൈസൂർ ട്രിപ്പിൻ്റെ 3ാമത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.